ഉന്നതിയിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സെബദി പുത്രന്മാരുടെ അമ്മ തൻ്റെ പുത്രന്മാർക്ക് മരണാനന്തരം കർത്താവിൻ്റെ ഇരുവശങ്ങളിൽ സ്ഥാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോട് ചോദിക്കുന്നതാണ് സുവിശേഷം. പ്രിയമുള്ളവരെ, തിരുസഭ ഇന്ന് വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ, പ്രാർത്ഥനകൾ നേരുകയാണ്. ഒന്നാമതായി നാം ചിന്തിക്കുന്നത് സെബദി പുത്രന്മാരുടെ അമ്മ. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ തൻ്റെ മക്കൾക്ക് സ്ഥാനക്കയറ്റം അഥവാ ഉയർച്ച, ഏറ്റവും പരമോന്നതമായ അംഗീകാരം, ബഹുമാനം ആഗ്രഹിച്ച് കർത്താവിനോട് ചോദിക്കുകയാണ്. നിന്റെ മഹിമപ്രതാപത്തിൽ വലത്തുമിടത്തും ഇരിക്കുവാൻ എൻ്റെ ഈ 2 മക്കളെ അനുവദിക്കണം എന്ന്. യേശുനാഥന് അവളോട് ഉണ്ടായിരുന്ന പ്രതികരണം എന്താണ് എന്ന് നമുക്കറിയില്ല. സഹതാപത്തോടുകൂടെ അവളെ നോക്കിയോ, അതോ അവൾ ആഗ്രഹിച്ചത് ഏറ്റവും വലുതാണ് എന്ന ബോധ്യത്തിൽ അവളെ അഭിനന്ദനപൂർവം നോക്കിയോ, അതോ ദേഷ്യത്തോടെ അവളെ നോക്കിയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ കർത്താവായ യേശുനാഥൻ 2 പേരിലൂടെ ബാക്കി 10 പേരെയും നോക്കി. തൻ്റെ പ്രിയ ശിഷ്യന്മാരായ യോഹന്നാനിലൂടെയും യാക്കോബിലൂടെയും മറ്റുള്ളവരെ നോക്കിക്കാണുവാനുള്ള കാഴ്ച അവളുടെ ചോദ്യം വഴി ക്രിസ്തുവിന് ലഭിക്കുകയായിരുന്നു. അഥവാ ക്രിസ്തു അത് അവരുടെ കാഴ്ചയാക്കി മാറ്റുകയായിരുന്നു. 2, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്കെല്ലാം മഹാനാകാൻ, ഏറ്റവും ഉയരെയുള്ളവനാകാൻ, ഏറ്റവും മഹനീയരായി മാറുവാൻ ആഗ്രഹമുണ്ടോ? കർത്താവ് പിന്നീട് അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, നന്നായി മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ നിങ്ങൾ തീർച്ചയായും മഹാനാകും. കർത്താവ് ആ 2 ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ക്രിസ്തുവിൻ്റെ പാനപാത്രം എന്നത് ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീർന്ന തൻ്റെ രക്തകണങ്ങളായിരുന്നു. ക്രിസ്തുവിൻ്റെ പാനപാത്രത്തിൽ നിന്നും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് കർത്താവ് അവരോട് ചോദിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ രുചിയുള്ള, ക്രിസ്തുവിൻ്റെ ത്യാഗമുള്ള, ക്രിസ്തുവിൻ്റെ ജീവനുള്ള, പൂർണ്ണമായും ത്യജിക്കലിൻ്റെ പങ്കുകാരാകുവാൻ നിങ്ങൾക്കാകുമോ എന്നാണ് കർത്താവ് അവരോട് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ കർത്താവ് അവരോട് പറഞ്ഞത്, നീ ക്രിസ്തുവായി തീരേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തം കുടിക്കുക എന്നാൽ ക്രിസ്തു എന്തൊക്കെ ആണോ അതൊക്കെ നീ ആയിത്തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം. നീ എന്തൊക്കെയാണോ അതൊക്കെ നീ അല്ലാതെയായി തീരുക എന്നുകൂടി അതിനർത്ഥമുണ്ട്. മൂന്നാമതായി ക്രിസ്തുനാഥൻ പറഞ്ഞ മന്ത്രമാണ്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും അടിമയും ആയിരിക്കണം എന്ന്. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ വിലയായി നൽകുവാനുമാണ്. മഹത്വത്തിൻ്റെ കിരീടവും സിംഹാസനവും ആർജിക്കുവാനല്ല നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ മഹത്വമുള്ളവരാക്കി തീർക്കുവാൻ, നിങ്ങളുടെ മഹത്വം വെടിഞ്ഞ് താഴേക്ക് വരിക എന്നതാണ് ആ സിംഹാസനങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഏറ്റവും വലിയ പോംവഴി. മറ്റുള്ളവർക്ക് നീ ക്രിസ്തുവിനെ പ്രതി നൽകുന്ന മഹത്വത്തിൽ നീ രൂപപ്പെടുത്തുന്നത് നിത്യമഹത്വത്തിൻ്റെ നിന്റെ തന്നെ സിംഹാസനമാണ് എന്ന്. നീ എത്രത്തോളം ക്രിസ്തുവിൻ്റെ അരികെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നുവോ അത്രത്തോളം നീ ഒരുക്കുന്ന സിംഹാസനം ക്രിസ്തുവിൻ്റെ അരികിലായിത്തീരും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ ജെയിംസ് എന്നു പേരുള്ള 2 പേരുണ്ടായിരുന്നു. സെബദിയുടെ മകൻ ജെയിംസും അൽഫേസിൻ്റെ മകൻ ജെയിംസും. ആദ്യത്തേതിനെ പരമ്പരാഗതമായി ജെയിംസ് ദി ഗ്രേറ്റർ എന്നും രണ്ടാമത്തെ വ്യക്തിയെ പരമ്പരാഗതമായി
ജെയിംസ് ദി ലെസർ എന്നും വിളിച്ചിരുന്നു, അഥവാ വലിയ യാക്കോബും ചെറിയ യാക്കോബും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹോദരിയായി അറിയപ്പെടുന്ന സലോമയാണ് സെബെദീപുത്രന്മാരുടെ അമ്മ എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയെങ്കിൽ അവർ യേശുവിൻ്റെ കസിൻസ് ആയിരുന്നു. സ്പെയിനിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാൻ പോയ യാക്കോബ് സ്ലീഹ അവിടെ വച്ച് രക്തസാക്ഷി മകുടം ചൂടി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഗലീസിയയിലേക്ക് കൊണ്ടുപോവുകയും 9-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ കല്ലറ കണ്ടെത്തുകയും ഇപ്പോൾ അത് സാന്തിയാഗോ ദെ കമ്പോസ്തല എന്ന സ്ഥലത്ത് നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഈ അപ്പോസ്തലൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.